ബട്ട് റോഡ് വഴിക്ക് പോകുന്ന സമയത്ത് ഇതേ ഇവിടെ കുറച്ച് ആംബുലൻസുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് ഒന്ന് നിർത്തി നോക്കട്ടെ. ഇവിടെ എവിടെയെങ്കിലും വണ്ടി സൈഡാക്ക് കേട്ടോ. ഒരുപാട് ആംബുലൻസുകൾ ഇത് നിർത്തിയിട്ടിട്ടുണ്ട്. എന്താ സംഭവം എന്നുള്ളത് ഒന്ന് ജസ്റ്റ് നമുക്ക് കയറി പോയോക്കട്ടോ. അപ്പൊ ഇത് ഈ ബീച്ചിലേക്ക് ഇറങ്ങിയ സമയത്ത് ഒരുപാട് ആംബുലൻസുകൾ നിരത്തി നിർത്തി വെച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നൊക്കെ നോക്കുന്ന സമയത്ത് ഓരോ ആംബുലൻസിന്റെ മുകളിലും ഇതുപോലുള്ള ബോർഡും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ കാര്യങ്ങളൊക്കെ എന്താന്നുള്ളതൊക്കെ ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം പിന്നെ ഇതിന് വേണ്ടപ്പെട്ട നിങ്ങളൊക്കെ ഇതിന്റെ ആരാ? ഞങ്ങള് ഇത് ഇവിടേക്ക് വേണ്ട രോഗികളെയും കൊണ്ടുവന്നിട്ട് ആംബുലൻസുകളാണ്. ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് ഇന്നത്തെ ദിവസം അത്താണിന്റെ കൂടെ ഒരു ദിവസം. അവരുടെ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കിടപ്പ് രോഗികളാണ്. ഇത് 4 ചുമരുകൾക്കുള്ളിൽ അകപ്പെട്ടു പോയ മനുഷ്യരുടെ അവരെ സ്വപ്നങ്ങൾക്ക് നികരം പകരാൻ വേണ്ടിയിട്ട് അത്താണിയുടെ കൂടെ ഞങ്ങള് മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനയായ STU ആംബുലൻസിന്റെ കീഴിലുള്ള 60ഓളം ആംബുലൻസുകൾ, അതിൽ 35ഓളം ആംബുലൻസ് ഞങ്ങളത് തന്നെയാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഈ ഭാഗമാക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം നമ്മളൊക്കെ ഒന്ന് ജീവിക്കുന്നത് ഒരുപാട് നല്ല സന്തോഷത്തിലാണ്. പക്ഷെ ഇതൊന്നുമില്ലാത്ത, ഇതിനൊക്കെ ആഗ്രഹിക്കുന്ന മനുഷ്യരായ അവരും മനുഷ്യരാണ്. അവർക്കും സ്വപ്നങ്ങളുണ്ട്, അവർക്കും സന്തോഷങ്ങളുണ്ട്. അവർക്ക് ആ സന്തോഷത്തിന്റെ കൂടെ പങ്കുചേരാനാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരുപക്ഷെ അവർക്ക് ഭിന്നശേഷിക്കാരാണ്, അത് ഓട്ടിസം ബാധിച്ചവരുണ്ട്, ഡയാലിസിസ് രോഗികളുണ്ട്, നിരവധിയായ രോഗികളാണ്. ആ രോഗികൾക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം, അല്ലെങ്കിൽ കുറഞ്ഞ സമയമെങ്കിൽ കുറഞ്ഞ സമയം, നമ്മളെപ്പോലെ അവർക്കും സന്തോഷിക്കാനുള്ള അവസരമാണ് കോഴിക്കോട് ഈ കടപ്പുറത്ത് അത്താണി അവരുടെ അന്തേവാസികളുടെയും അവിടുത്തെ കിടപ്പ് രോഗികളെയും കൂട്ടിരിപ്പുകാരെയും കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങളോട് അവർ ആവശ്യപ്പെട്ടതാണ്. അതിന്റെ ഭാഗമായിട്ട് തികച്ചും സൗജന്യമായിട്ട് ഒരു ലാഭേച്ഛയുമില്ലാതെ ഈ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൽ അവരുടെ കൂടെ പങ്കാളികളാകുക എന്നുള്ളതാണ് ഞങ്ങൾ ഈ ലക്ഷ്യം എന്നുള്ളത് സത്യമാണ്. ഏകദേശം എത്ര വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്? ഞങ്ങൾ ഏകദേശം 35ഓളം വാഹനങ്ങൾ ഉണ്ട്. ഇത് ഇവിടെ മാത്രം ഫുള്ളായിട്ട് 60ഓളം വാഹനങ്ങൾ, ആംബുലൻസുകൾ. എത്ര രോഗികളുണ്ട്? ഏകദേശം 100 ചില്ലാൻ രോഗികൾ ഓൾറെഡി. അത്രയും വാഹനങ്ങളുമുണ്ട്. ആംബുലൻസുകൾ തന്നെ 60ൽ കൂടുതൽ ആംബുലൻസുകൾ. ആ രോഗികൾ മുഴുവനും അപ്പം കിടപ്പ് രോഗികളാണ്, നടക്കാൻ പോലും കഴിയാത്തവർ. അതെ, പ്രയാസം അനുഭവിക്കുന്ന ഓട്ടിസം ബാധിച്ചവരുണ്ട്, സംസാരിക്കാൻ കഴിയാത്തവരുണ്ട്, ആംഗ്യം മാത്രം പറയുന്നവരുണ്ട്, ഡയാലിസിസ് രോഗികളുണ്ട്. പക്ഷെ ഇവരെയൊക്കെ ആ 4 ചുമരുകൾക്കുള്ള അപ്പുറത്ത് ഇങ്ങനെ ഒരു ലോകം കാണുക എന്ന് പറയുന്നത് അവരെക്കാൾ വലിയൊരു സന്തോഷം മറ്റും നമുക്ക് എന്താണ് ഈ ഭൂമിയിൽ അവർ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരുപാട് ആംബുലൻസുകൾ ഇതേ ഈ ബീച്ചിലേക്ക് ഇങ്ങോട്ട് കയറി വരുന്ന കണ്ടപ്പോൾ ഞങ്ങൾ വാഹനം നിർത്തി. നേരെ ഇങ്ങോട്ട് നോക്കുന്ന സമയത്ത് ഫുൾ ആംബുലൻസ്. എന്താ സംഭവം എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. അങ്ങനെ നേരെ ഇങ്ങോട്ട് കയറി വന്നു നോക്കിയതാണ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്നത്. ഇതാണ് ഞങ്ങൾ. അപ്പൊ ഇതിന്റെ നേതൃത്വം കാര്യങ്ങളൊക്കെ എവിടെയാണ്? ഇതിന്റെ നേതൃത്വം പറയുന്ന അത്താണി നരിക്കിനി ഒരു പാലിറ്റി കെയർ ആണ്. അവര് ഹോം കെയർ ഉണ്ട്. അവര് എങ്ങനെ സ്ഥിരമായിട്ട് നടത്തും? അവർ ഒരുപാട് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടുപോകുന്നതാണ്. ഒത്തിരി രോഗികൾ അവരെ കീഴിലുണ്ട്. അവരെ കൂട്ടത്തിൽ ഹോം കെയർ ഉണ്ട്. അതുപോലെ തന്നെ അവര് കൂടുതൽ ചാരിറ്റി ചെയ്യുന്നുണ്ട്. ആ ഒരു ഓർഗനൈസേഷൻ അവിടെ ഒരുപാട് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒരുപാട് രോഗികൾ അവർ പരിചരിക്കുന്നുണ്ട്, വീടുകളിൽ പോയി പരിചരിക്കുന്നുണ്ട്, അവർക്ക് ഭക്ഷണ കിറ്റുകൾ നൽകുന്നുണ്ട്, അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അവർ ആ ഒരു കാരുണ്യ പ്രവർത്തനം കണ്ടപ്പോൾ ഡയാലിസിസ് പേഷ്യന്റ്, നമുക്കറിയാലോ, നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഒരു ഡയാലിസിസ് പേഷ്യന്റ് എല്ലാവരും അതിലൊരു ഭാഗമായി. തീർച്ചയായും ഇതിലെ ഡ്രൈവർമാരും ആംബുലൻസും എല്ലാം സൗജന്യമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. സൗജന്യമായിട്ട്. എത്ര പേരുണ്ട്? 35 പേര്. ഞങ്ങൾ 35 പേരോളം ഉണ്ട്. ഒരേ യൂണിയനിൽ തന്നെ പെട്ടു. ഞങ്ങൾ ഏതാ യൂണിയന്റെ? അത് STU ആംബുലൻസ് വർക്കേഴ്സ് ചെയ്യുന്നു, കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ്. ഇങ്ങനെ STU അല്ലേ? ഓക്കെ. ഏതായാലും ഇത്രയും പ്രവർത്തകരുണ്ട്. ഇനി ഒരുപാട് പ്രവർത്തകരൊക്കെ ഉണ്ട്. നമുക്ക് അവരുടെ അടുത്തേക്ക് എത്താൻ കഴിയുമെന്ന് അറിയില്ല. നമുക്ക് നോക്കി നോക്കാം. ഏതായാലും ഇത്രത്തോളം വാഹനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു നല്ലൊരു പ്രവൃത്തിക്ക് ബിഗ് സല്യൂട്ട് അർപ്പിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ പേര് പറഞ്ഞില്ല, പേരെന്തായിരുന്നു? ഫൈസൽ തലയാണ്. ഫൈസൽ. റഹീം ചെറുവറ്റ. സക്കീർ മലോറ. അബ്ദു കൈനപ്പള്ളി. ശിഹാബ് കോട്ടാമർന്ന്. റഫീഖ് അടിവാരം. സയ്യിർ പള്ളിത്താൻ. അജ്മൽ ബന്ദിനകാവ്. ബഷീർ ഇങ്ങാപ്പുഴ. ആഷിഫ് ഇങ്ങാപ്പുഴ. ഷിഹാബ് കൈനപ്പള്ളി. അബ്ദുൽ നാസർ മച്ചക്കുളം. റിയാസ് കുന്നമംഗലം. ഹബീബ് പുല്ലാളൂർ. സക്കരിയ ബയ്യോളി. സാബിത്ത് പേരാമ്പ്ര. ബച്ചിൽ പേരാമ്പ്ര. അൻവർ കാപ്പാട്. അത്തോളി. ഷാമിൽ കൊയിലാണ്ടി. ആദിൽ.